ഓ വാവേ, നമുക്കേ അച്ഛന്റെ വീടും കാണാം, അച്ഛനെയും കാണാം. ഇതാടാ സത്യമേ. അതെ, ചിലവുണ്ട് കേട്ടോ. മാവേ എന്താ ഒന്ന് നോക്കി മാവേ മാവച്ചേ എന്താ വിശക്കുന്നോ? ഇതാരെയും നോക്കുന്നേ? ആരേടാ? ആഹാ, ഭാമാൻഡിങ് എത്തിയോ? ഇനി നിനക്കെന്താ ഇവിടെ കാര്യം? എന്റെ പൊന്ന അർജുനേട്ടാ, ഞാൻ വഴക്കിനൊന്നും വന്നതല്ല. ഞാൻ കുഞ്ഞിനെ ഒന്ന് കാണാൻ വന്നതാ. എവിടെ നോക്കട്ടെ. നീ എന്ന് നിന്നെ, നീ എന്താ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടല്ലേ? ഹോസ്പിറ്റലിൽ വന്നിരുന്നോ ഈ മാരണം? നീ എന്തിനാടി ഞങ്ങൾ ചുറ്റും ഇങ്ങനെ കറങ്ങുന്നേ? അയ്യോ, കറങ്ങാൻ ഞാനൊരു ഉപഗ്രഹമൊന്നും അല്ലെങ്കിലേ. ഒരു ആകാംക്ഷ കൊണ്ട് കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണണം തോന്നി. എന്താടി നിനക്ക് ആകാംക്ഷ തുടിച്ചിരിക്കുന്നേ? ഒന്നാമത് ഇതൊരു കുഞ്ഞായതുകൊണ്ട്. ജനിച്ചു വീണ കുഞ്ഞുങ്ങളെയും വിടർന്നു നിൽക്കുന്ന പൂക്കളെയൊക്കെ കാണാൻ ആർക്കാങ്ങളെ കൗതുകം ഇല്ലാത്തത്? ദൈവത്തിന്റെ ഓരോ അത്ഭുത സൃഷ്ടികളല്ലേ. ദേ നോക്ക്, നമ്മളെ പോലെ കണ്ണും കൈയും ശ്വാസകോശവും ഹൃദയവും ഒക്കെ ഉണ്ട്. എല്ലാം ഒരു മിനിയേച്ചർ രൂപത്തിലാണെന്ന് മാത്രം. ഈ രൂപത്തിലുള്ള കുഞ്ഞുങ്ങളല്ലേ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ആരോഗ്യവാനായ ഒരു പുരുഷനോ സുന്ദരിയായ ഒരു പെൺകുട്ടിയൊക്കെ ആയി മാറുന്നത്. ഈ ഒരു മാങ്ങാണ്ടിക്കുള്ളിൽ ഒരു മാവ് ഒളിച്ചിരിക്കുന്നൊക്കെ പറയുന്നത് പോലെ അതിനെല്ലാം ഉള്ള വിത്തുകൾ ദൈവം ഇതിനുള്ളിൽ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു രസമല്ലേ? ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഇൻട്രസ്റ്റിംഗ്. സ്വന്തമായിട്ട് കുഞ്ഞിനെ പ്രസവിച്ചിട്ട് അതിന്റെ മുഖം കൊണ്ട് നീ അങ്ങ് രസിച്ചാ മതി. അതൊക്കെ മെനക്കേടല്ലേ അങ്കിൾ. എനിക്കൊരു സ്വർണ്ണമാല ഇടണം തോന്നിയാ കോളാറിപ്പോയി ഖനി കുത്തി തുറന്ന് സ്വർണം കണ്ടെത്തി അതും ഉരുക്കിയെടുത്ത് അത് കഴുത്തിലിട്ടോളാൻ പറയുന്നത് ന്യായമാണോ? ആന്റി പറ. സുസ്മിത, നിന്നെ ഈ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല. പിന്നെ നീ എന്തിനാ ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങുന്നെന്നാ ഞാൻ ചോദിക്കുന്നേ. ആ, അങ്ങനെ കാര്യം നേരെ പറയാങ്കി. അതിന്റെ കൂട്ടത്തിൽ എന്നെ ഈ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ലാത്തതിന്റെ കാരണം കൂടി ആന്റി തന്നെ പറ. സത്യം പറയുന്നതുകൊണ്ട് പല കാര്യങ്ങളിലും ഇവരൊക്കെ ആന്റിയുടെ കണ്ണു മൂടാൻ ശ്രമിക്കുമ്പോ അത് തട്ടിമാറ്റി ഞാൻ സത്യം കാട്ടിത്തരുന്നുണ്ട്. സത്യം അമ്മ പൊട്ടിയാക്കലടി നീ. ഈ ഇരിക്കുന്ന ശ്യാമ പ്രഗ്നന്റ് അല്ലെന്നും പറഞ്ഞ അമ്മയെ കുട്ടി ശാരദ നമ്മുടെ വീട്ടിൽ പോകുന്നത് നീയല്ലേ? പിന്നെ ഈ കുഞ്ഞേതടി? അത് മാത്രമല്ല, വിഷ്ണുവേട്ടന്റെ ഭാര്യ ശാലിനി ഗർഭിണി അല്ല എന്ന് പറഞ്ഞതും ഞാൻ തന്നെ. അത് കള്ളായിരുന്നെങ്കിൽ ഈ സമയത്ത് ഇതുപോലൊരു കുഞ്ഞ് ശാലിനിയുടെ കയ്യിൽ വരുന്നേനെ. കണക്ക് കൂട്ടി നോക്കുമ്പോ ദിവസവും സമയമൊക്കെ ഏതാണ്ട് കറക്റ്റാ അല്ലേ ശാരദാമ്മേ?
ഇനി ഈ കുഞ്ഞ് ഏതാണെന്നൊക്കെ ചോദിച്ചാ ശ്യാമ തന്നെ മറുപടി പറയേണ്ടി വരും. അല്ലേ ശ്യാമേ? അയ്യോ, ശ്യാമ പേടിക്കണ്ട. ശ്യാമയല്ലേ പ്രസവിച്ചത്, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഒരു സംശയമുണ്ട് ശ്യാമേ. സാധാരണ പ്രസവം കഴിഞ്ഞാ ഹോസ്പിറ്റലില് കുറച്ചു ദിവസം റെസ്റ്റ് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാം. ശ്യാമയ്ക്ക് അതൊന്നും എന്താ വേണ്ടാത്തത്? അത് എനിക്ക് അല്ല, അത് അവക്ക് നോർമൽ ഡെലിവറി ആയിരുന്നല്ലോ, അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടാ ഞങ്ങള്. ശാരദാമ്മയ്ക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നത്. എല്ലാത്തിനും സമാധാനം പറയേണ്ടതും ശാരദാമ്മ തന്നെയാ. ശാരദാമ്മ പേടിക്കണ്ട, ഈ വിഷയത്തിൽ ഞാൻ ഒരു അന്വേഷണത്തിനൊന്നും നിൽക്കുന്നില്ല. ഒരു വട്ടം തോറ്റ കേസായതുകൊണ്ട് പുനഃപരിശോധനാ ഹർജിക്കൊന്നും സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല. സുസ്മിതേ, നിന്റെ ഷോ കാണാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ആന്റി നേരെ തന്നെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാനും നേരെ തന്നെ പറഞ്ഞേക്കാം. രോഹിത്തെ ദത്തുപുത്രനാണെങ്കിലും ഈ വീടിന്റെ അനന്തരാവകാശി ഇപ്പോ ആന്റിയുടെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞ. നിലവിൽ ഒരേ ഒരു അനന്തരാവകാശി. വിഷ്ണുവേട്ടനും ശാലിനിയും തമ്മിൽ പിരിഞ്ഞ സ്ഥിതിക്ക് ഇനി അവർക്കൊരു കുഞ്ഞുണ്ടാവുന്നുള്ള പ്രതീക്ഷ വേണ്ട. ഒന്ന് അടങ്ങണ്ടേ വിഷ്ണുവേട്ടാ, കാര്യം പറയട്ടെ. എന്റെ അമ്മയും ഭാമാന്റിയും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പിന്റെ കാര്യം അറിയാലോ. ഏതു ബന്ധം പിരിഞ്ഞാലും അത് പിരിയാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ആന്റിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടും ഞാൻ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നെ. ആന്റി വരണ്ടെന്ന് പറഞ്ഞാലും ഞാൻ വരും. ആന്റിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പറ്റുമോ ആന്റി? ഭാമാന്റിയുടെ അങ്കിളിന്റെ ഒക്കെ കാലശേഷം. അയ്യോ, അങ്ങനെ പറയുന്നത് ക്ഷമിക്കണം കേട്ടോ. കൂട്ടത്തിൽ എന്റെ അമ്മയെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ സമയത്ത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തേണ്ടതേ ഞാനും ഈ മോളും ഒക്കെ കൂടിയാ. ഇങ്ങിതാ ആന്റി, എന്റെ ഫ്യൂച്ചർ പാർട്ട്ണറെ ഞാനൊന്ന് വിശദമായി കണ്ടോട്ടെ. ഹലോ പാർട്ട്ണർ. ഹായ്. അയ്യോ, കരയാണല്ലോ. കുഞ്ഞിനെ ഇങ്ങോട്ട് താ. ആന്റി. ഓ, വാവോ. അവേ. ഓ, എന്തോ അവേ. കരയില്ലേ കരയില്ലേ വാവേ, കരയില്ലേ 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 വാവച്ചു. കരയില്ലേ കരയില്ലേ. കരയില്ലേ, എന്തിനാ പേടിച്ചേ? ഇത് പൊന്നിന്റെ സ്വന്തം മുത്തശ്ശിയല്ലേ അച്ഛമ്മ. ഓ, എന്താ ഈ വീട് കണ്ടിട്ടാണോ അതോ എല്ലാരെയും കൂടെ കണ്ടിട്ടാണോ? ഇനി നമ്മളെല്ലാം താമസിക്കാൻ പോകുന്നത് ഇവിടെയാ. കരച്ചില് നിർത്തുന്നില്ലല്ലോ. അയ്യോ, പേടിക്കണ്ടാട്ടോ. ഓ, കരയല്ലേ മുത്തശ്ശിയുടെ കുഞ്ഞാവ, കരയല്ലേ. ഓ മോളെ,
ആളും വീടും ഒന്നല്ല അമ്മേ പ്രശ്നം. ഇവിടെ ഒരൊറ്റ ഒരുത്തി. അയ്യോ, ഞാനൊന്നും ചെയ്തില്ല. അതെ സത്യമേ, ഇവളെന്തോ ചെയ്തതാ. ഞാൻ എന്ത് ചെയ്തെന്ന്? ഞാൻ കുഞ്ഞിനെ എടുക്കുന്ന നിങ്ങളെല്ലാരും കണ്ടോട്ട് നിൽക്കല്ലായിരുന്നോ? പൂതനയുടെ കയ്യിലാ കുഞ്ഞിരിക്കുന്നേ, അതിന് മനസ്സിലായിട്ടുണ്ടാവും. എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ചവിട്ടി താഴ്ത്തും നിന്നെ ഞാൻ പാതാളത്തിലേക്ക്. ഇറങ്ങിപ്പോയി. നിക്ക്. ഇനി ഈ കുഞ്ഞിന്റെ കരച്ചിൽ തീർത്തിട്ട് നീ പോയാ മതി. അച്ഛൻ പറഞ്ഞിട്ടേ ഇവിടെ പറയടി. രോഹിത്തിന്റെ കുഞ്ഞിനോട് ഞാൻ അങ്ങനെ ചെയ്യും ആന്റി. ഒന്നുമില്ലെങ്കിലും രോഹിത്തിന്റെ ഭാര്യയായിട്ട് കുറച്ചു കാലം ജീവിച്ചവളല്ലേ ഞാൻ. എന്നെ ചവിട്ടി കൊക്കയിലേക്ക് ഇട്ടോളാം നീ. കൂടുതല് നിഷ്കളങ്ക ചമയൊന്നും വേണ്ട. കേട്ടോ ആന്റി? വേണ്ട സുസ്മിതെ, ഇനി ഞാൻ പറഞ്ഞിട്ട് പോയാൽ മതി നീ ഇവിടുന്ന്. നിനക്ക് എപ്പോ ഇവിടെ വരാനും സ്വാതന്ത്ര്യം ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത്? ഞാൻ പോലും വിലക്കില്ലാന്ന്. പക്ഷെ ഇനി നീ എപ്പോ തിരിച്ചു പോണെന്ന് ഞാൻ തീരുമാനിക്കും. ആന്റി, ഇങ്ങതാ ഞാൻ എടുക്കാം. ഓ അച്ഛന്റെ മുത്ത്, അച്ഛന്റെ പൊന്നരയല്ലേ, കരയല്ലേ, എന്തിനാ കരയുന്നേ? ഓ പോട്ടെ കേട്ടോ, കരയണ്ട കരയണ്ട. മോനെ, കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ലല്ലോ. ഓ കരയല്ലേ മോളെ. ഞാനൊന്നും എടുത്തോട്ടെ. കരണ്ട കരണ്ട കരണ്ട. അത് കൊള്ളാലോ.
കണ്ടില്ലേ വല്യച്ഛന്റെ കയ്യിലെത്തിയപ്പോ അവള് കരച്ചില് നിർത്തിയത്. വല്യച്ഛനല്ല സത്യാമ്മേ, അച്ഛൻ തന്നെയാ. രക്തത്തെ തിരിച്ചറിഞ്ഞതാ. ഇങ്ങ് താടെ എന്റെ പൊന്നിനെ, ഇങ്ങതാ. ഓ എന്താടി പൊന്നെ, അച്ഛമ്മയുടെ മുത്തല്ലേ? അല്ലേ? ആ, അച്ഛമ്മയുടെ മുത്ത. നോക്ക് ശാരദാമ്മേ, വാവേ. സത്യമേ, നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി വന്നിരിക്കുക. നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസം, നിമിഷം. പക്ഷേ ഈ കുടുംബചിത്രം പൂർണ്ണമാവണമെങ്കിൽ ഒരാളൂടി വേണം. എങ്കിലല്ലേ നമ്മുടെ എല്ലാവരുടെയും സന്തോഷത്തിനൊരു നിറവുണ്ടാവും. ശാലിനിയുടെ കാര്യം ഞാൻ പറഞ്ഞേ. സത്യമേ, ശാലിനി അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഒരു കള്ളം പറഞ്ഞു, അതിന്റെ ശിക്ഷയും അവൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയും അവളെ നമ്മൾ പുറത്തു നിർത്തണം. ചിലതൊക്കെ ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുമ്പോഴല്ലേ നമ്മുടെ മഹത്വം വർദ്ധിക്കുന്നത്. സത്യമേ, ശാലിനി ഒറ്റ ഒരാളുള്ളത് കൊണ്ടല്ലേ ഈ കുഞ്ഞിനെ തന്നെ നമുക്ക് കിട്ടിയത്. ശാലിനി കാരണമല്ലേ പിണക്കം മറന്ന് ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയത്. ആ ജീവിതത്തിന്റെ വരമല്ലേ ഈ കുഞ്ഞ്. ഈ കുഞ്ഞ് കാരണമല്ലേ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്നത്. അതിന്റെ ഇടയിൽ കൂടെ ഇവർ ശാലിനിയെ തിരികെ കയറ്റാനുള്ള ശ്രമമാണല്ലോ. സത്യമേ, നമ്മുടെ കുഞ്ഞിന്റെ കാര്യം മാത്രം ഓർത്താൽ മതി. ശാലിനി കാരണമല്ലേ പ്രീതിയും പാറുവൊക്കെ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് തന്നെ. പ്രീതിയുടെ ഗർഭം സംരക്ഷിക്കാനും പാറുവിനെ ജീവനോടെ കിട്ടാനും ഒക്കെ ശാലിനി എത്രത്തോളം പണിപ്പെട്ടതാ. ശാലിനി കാരണമല്ലേ ഞങ്ങൾക്കിന്ന് സന്തോഷമുള്ളൊരു ജീവിതം കിട്ടിയത്. പ്രീതി കോമയിലായിരുന്നപ്പോ പാറുവിന്റെ അമ്മയായില്ലേ ശാലിനി. അരപ്പട്ടിണി കിടന്നും നമ്മുടെ പാറുവിനെ നന്നായിട്ട് പോറ്റി വളർത്തിയില്ലേ ശാലിനി. അതിനേക്കാൾ വലിയൊരു ത്യാഗമുണ്ടോ ഈ വീടിന് വേണ്ടി ചെയ്യാൻ? ഭാമയെ, ഒരു ലേശം വിട്ടുവീഴ്ച എന്നല്ല, മനസാക്ഷി എന്ന് അതിന് പറയേണ്ടതേ. അതെ, നമ്മുടെ ഈ വീടിനും ഈ വീട്ടിലുള്ളവർക്കും വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്തത് അവളാ, നമ്മുടെ ശാലിനി.
അവളെ തന്നെ ഈ വീടിന് പുറത്താക്കുന്നതിലും വലിയ നന്ദികളുണ്ടോ ഭാമേ? ഭാമേ, അവളെ തിരിച്ചു വിളിക്കണം.